അതുകൊണ്ടാണ് ഞാനൊരു 6 മന്ത് വരെ ഓക്കെ നമുക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂൺ ഗോഡസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുണികളെ ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് തുണികൾ മാറി മാറി അതായത് ഡ്രസ്സുകൾ മാറി മാറി ഇടാൻ ഇഷ്ടമുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജിനെ കുറിച്ച് അറിയായിരിക്കും. മൂൺ ഗോഡസ്. അതിനകത്ത് വളരെ നല്ല നല്ല ഡ്രസ്സുകളാണ് അവർ ഇട്ട് കാണിക്കുന്നത്. ഞാനിവിടെ കൊടുക്കാം. അവർ ഇട്ട് കാണിക്കുന്ന ഡ്രസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ളതും അവർ പറയുന്ന വിലയും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. 50 രൂപയ്ക്ക് 40 രൂപയ്ക്ക് അതായത് മെറ്റീരിയൽ കിട്ടും, 50 രൂപയ്ക്ക് ബ്ലൗസ് കിട്ടും, പിന്നെ 699, 599, 499, 399 ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഡ്രസ്സിന്റെ വില വരുന്നത്. കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളായിരിക്കും അവരിടുന്നത്. അവരുടെ ഒരു കുറച്ച് നാൾ മുന്നേ അവരുടെ ഈ പേജിനെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ കംപ്ലൈന്റ് വരുന്നുണ്ടായിരുന്നു. അതായത് അവരുടെ ഡെലിവറി ഡേറ്റ്, നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം 1 വർഷം കഴിഞ്ഞിട്ട് ഒരു ഡ്രസ്സ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നു ഇല്ല. ഇന്ന് നമ്മുടെ ഓൺലൈനിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഒരുപാട് ഈ ബൊട്ടിക്കുകളായാലും ഈ വസ്ത്രങ്ങൾ വിൽക്കുന്ന പേജുകൾ ഒരുപാടുണ്ട്. ഞാനും വിൽക്കുന്നുണ്ട് കേട്ടോ, ചുരിദാറും സാരിയും ഒക്കെ. അപ്പൊ എനിക്കറിയാം 6 മാസം ഒന്നും എന്തായാലും എടുക്കത്തില്ല, 1 വർഷം എടുക്കേയില്ല. പക്ഷെ ഇവര് പറയുന്നത്, ഒരാള് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ആളുടെ അളവും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് തുണി എടുത്ത് തയ്ച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരാള് നമ്മളിങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ അത് അയച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഇതിൽ കൂടുതലൊന്നും എന്തായാലും ആവില്ല. പക്ഷെ ഇവര് പറയുന്നത്, ഇവരിപ്പോ ഒരാള് അവരിട്ടേക്കുന്ന ഒരു ഡ്രസ്സ് കണ്ടിട്ട് ഓർഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരുടെ അളവ് ചോദിക്കും. അവരുടെ അളവ് കഴിഞ്ഞിട്ട് പിന്നെ ആ തുണി തയ്ച്ചിട്ടാണ് അവർ അയച്ചു കൊടുക്കുന്നത്. എന്തോ ആയാലും നിങ്ങൾ ആരെങ്കിലും ഇവരുടെ ഈ മൂൺ ഗോഡസിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയണേ. എനിക്ക് എന്തായാലും ഇവരുടെ രീതികളൊന്നും ഒട്ടും ഇഷ്ടമല്ല. കാരണം ഒരുപാട് കംപ്ലൈന്റുകൾ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഇവർ പറയുന്നതും ഇവർ കാണിക്കുന്ന ഡ്രസ്സുകൾ, അതായത് റീൽസിലൂടെ ആയാലും അവരുടെ ചാനൽ കൂടി ആയാലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ആയാലും അവരിട്ട് കാണിക്കുന്ന ഡ്രസ്സുകൾ വളരെ നല്ല ഭംഗിയുള്ളതും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളായിരിക്കും അവരിട്ട് കാണിക്കുന്നത്. പക്ഷെ മേടിച്ചെടുത്തിട്ടുള്ള പലരും പറയുന്നത് ആ കളർ ഫെയ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ക്വാളിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഡിസൈൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വർക്കുകളിൽ വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെയാണ് പലരും പറയുന്നത്. അങ്ങനെ ഒരുപാട് കംപ്ലൈന്റുകൾ ഇവരുടെ പേരിൽ വന്നിട്ടുണ്ട്. ഇവരുടെ പെട്ടെന്ന് തന്നെ ഇവര് മുളച്ചു വന്നതാണ്. അതായത് മുളച്ചു വന്നു, അത് പെട്ടെന്ന് തന്നെ അവരങ്ങ് സക്സസിൽ എത്തുകയും ചെയ്തു. ഒബിയസ്ലി ഒരുപാട് കഷ്ടപ്പാടുണ്ടാവുമായിരിക്കും. പക്ഷേ ഇവർ ഈ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കൂടെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ കൂടെ ഒരു സിൻസിയറിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇവർ കാണിക്കാറില്ല. അങ്ങനെ ഒരു കസ്റ്റമറുടെ ഒരു ഫോൺ കോള് നമുക്ക് കേൾക്കാം. ആദ്യം ഇവർക്ക് ആദ്യം നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള അനുഭവത്തെ കുറിച്ച് അവർ പറയുന്നത് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് അതായത് ഈ മൂൺ ഗോഡസിലെ കസ്റ്റമർ സർവീസുകാരും ഈ ഒരു ആള് മേടിച്ച അവരും തമ്മിലുള്ള സംഭാഷണം നമുക്ക് കേൾക്കാം. ആദ്യം നമുക്ക് ഒരു കസ്റ്റമറുടെ അഭിപ്രായം അല്ലെങ്കിൽ അവർക്കുള്ള ഉണ്ടായ ഒരു അനുഭവം നമുക്ക് കേൾക്കാം. 2024 ഓഗസ്റ്റ് 14-ാം തീയതിയാണ് മൂൺ ഗോഡസ് ഒരു 699 ഒരു കുർത്തി ഓർഡർ ചെയ്തത്. അതിൽ ടോട്ടൽ 699 അതിന്റെ പ്രൈസും അതിന്റെ കൂടെ അതിന്റെ GST എല്ലാം കൂടെ 807 ഞാൻ പേ ചെയ്തായിരുന്നു. അതിനകത്ത് അവർ നോർമൽ പറയുന്ന പോലെ 90 വർക്കിംഗ് ഡേയ്സ് ആണ്. അത് നോക്കിയിട്ട് തന്നെയാണ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തത്. അതിനുശേഷം ഞാൻ 90 വർക്കിംഗ് ഡേയ്സ് അല്ല 6 മന്ത്സ് വരെ ഞാൻ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഇവരുടെ ലേറ്റ് ആവും എന്നുള്ള ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവർ പ്രോഡക്റ്റ് നിൽക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു 6 മന്ത് വരെ ഓക്കെ നമുക്ക് കിട്ടുകയില്ലെന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തത്. 6 മന്തിൽ ആയിട്ടും അവരുടെ നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല. ഞാനിപ്പോൾ അവരുടെ സൈറ്റിൽ കയറിയിട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് മെസ്സേജ് അയച്ചു. ഇതിന് രണ്ടിനും അവരുടെ നോർമൽ ഫോർവേഡ് മെസ്സേജുകളാണ് അവരുടെ ഷിപ്പിംഗ് പോളിസിയും അവരുടെ പോളിസികളൊക്കെ ഉള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന നോർമൽ ആയിട്ടുള്ള അവരുടെ ഫോർവേഡ് മെസ്സേജാണ് വന്നത്. വേറെ ഒരു റിപ്ലൈ എനിക്ക് ഇതിന് രണ്ടിനും മെയിലും കിട്ടിയില്ല, വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജും കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ അതും കഴിഞ്ഞ് ഒരു ജാനുവരിയിലാണ് പിന്നീട് ഞാൻ ഇവരുടെ ഒരു റീലിന്റെ താഴെ ആരും ഇതേപോലെ പ്രോഡക്റ്റ് കിട്ടിയില്ല എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഞാനും കമന്റ് ചെയ്തത് എൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇവർ ഉടനെ ആ കമന്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം അവർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. ഞങ്ങളുടെ മാനുഫാക്ചറേഴ്സ് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് കൊണ്ടുവന്ന് പ്രൊഡക്ഷൻ കഴിഞ്ഞ് കൊണ്ടുവന്ന് തരുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അതെപ്പോൾ തരാൻ പറ്റുമെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് പ്രത്യേകിച്ച് ഒരു ടൈം പീരീഡ് ഒന്നുമില്ല. ഞങ്ങൾക്ക് എപ്പോൾ കിട്ടുന്നോ പ്രോഡക്റ്റ് അപ്പം ഞാൻ നിങ്ങൾക്ക് തരും എന്നുള്ള രീതിയിൽ വളരെ ഒരു കസ്റ്റമേഴ്സിനോട് റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ നമ്മൾ അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് അവിടെ നിന്നുള്ള റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ എന്ത് കൃത്യമായിട്ട് നിങ്ങളൊരു ടൈം പറയൂ, ഏത് സമയത്തിനുള്ളിൽ ആ പ്രോഡക്റ്റ് കിട്ടും എന്നുള്ളത് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് അവർക്കത് പറയാൻ പറ്റില്ല. എപ്പോൾ തരുന്നു അവർക്ക് തോന്നുന്ന സമയത്ത് അവർ തരും എന്ന് മാത്രമേ പറയുന്നുള്ളൂ.
അപ്പോൾ ഞാൻ കേസുമായിട്ട് പോകും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ നിങ്ങൾ കേസുമായിട്ട് പോയിക്കോളൂ, നമുക്കൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ഓൺലൈനായിട്ട് കൺസ്യൂമർ കോടതിയിൽ പരാതി രജിസ്റ്റർ ചെയ്തത്. പരാതി രജിസ്റ്റർ ചെയ്തതിന് ശേഷം 1 വർഷത്തോളം അതിൻ്റെ ഹിയറിങ്ങും കാര്യങ്ങളും ഒക്കെയായി. മെയ് 15-ാം തീയതിയാണ് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നത്. ജഡ്ജ്മെൻറ്റ് പറയുന്നത് നമുക്ക് 807 രൂപയാണ് ഞാൻ ആ പ്രോഡക്റ്റിന് ചെലവാക്കിയത്. അതിന് ഇത്ര നാളത്തെ പലിശയും എൻ്റെ കോടതി ചെലവും എല്ലാം കൂടെ എനിക്ക് 10,000 രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത്. നമുക്ക് കസ്റ്റമേഴ്സിനോട് വളരെ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ കേസിനായിട്ട് പോകാനുള്ള ഒരു കാര്യം, നമ്മൾ പൈസ കൊടുത്ത് ഓർഡർ ചെയ്യുന്ന ഒരു സാധനം അത് 100 രൂപയുടെ ആയിക്കോട്ടെ, 1000 രൂപയോ 10,000 രൂപയോ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്ട്, നമ്മൾ അവരുടെ നിന്ന് പൈസ മേടിച്ചു എന്നിട്ട് നമ്മൾ അവരെ പറ്റിച്ചു എന്നുള്ള ഭാഗത്തിൽ നിന്ന് അവരുടെ ഒരു റെസ്പോൺസാണ് എനിക്ക് കോടതിയിൽ പോകണം, കേസ് ഫയൽ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള മെയിൻ റീസൺ അതായിരുന്നു. അവരുടെ ഒരു കസ്റ്റമേഴ്സിനുള്ള റൗഡ് ബിഹേവിയർ അതൊരിക്കലും നമുക്ക് അങ്ങനെ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കംപ്ലൈൻറ്റുമായിട്ട് പോയത്. ഇത്രയും 1 വർഷത്തോളം എടുത്തു കോടതിയിലെ പ്രൊസീജിയറുകളൊക്കെ കഴിഞ്ഞ് ജഡ്ജ്മെന്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ഓർഡർ ചെയ്തിരിക്കുന്നത് 2024 ഓർക്കണം, ഇതിപ്പോൾ 2026 അപ്പം 2026 ഇപ്പോഴാണ് അവര് അന്ന് തന്നെ പറയുന്നുണ്ട് അവർ കേസ് ഫയൽ ചെയ്തിട്ട് അത് വിധിയായെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്തുമാത്രം സമയം വെയിറ്റ് ചെയ്തിട്ടായിരിക്കും അവർ കേസ് കൊടുത്തതും വിധിയായതും ഒക്കെ. എന്തുമായാലും ഒരു ഡ്രസ്സിന്റെ പുറകിൽ 2 വർഷമാണ് അവർക്ക് സ്പെൻഡ് ചെയ്തേണ്ടി വരുന്നത്. അതും 699 രൂപയുടെ 805 എന്നൊട്ടുമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അത്രയും രൂപയാണ് അവർ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഒരു 1000 രൂപയ്ക്ക് താഴെ ഉള്ള ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് അവർ 2 വർഷം അവരുടെ വേസ്റ്റ് ചെയ്തു. പിന്നെ കേസിന് പോയത് അങ്ങനെ, പിന്നെ മെന്റൽ പ്രഷർ അങ്ങനെ. ഒരു കേസിന് വഴക്കിനൊക്കെ പോകാന്ന് പറയുമ്പോൾ അത്രത്തോളം മെന്റൽ പ്രഷറും കാര്യങ്ങളും എല്ലാം അനുഭവിക്കണം. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം? ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട്. ഇന്ന് നമ്മുടെ ഇടയിൽ എന്തോരം വെബ്സൈറ്റുകളും എന്തോരം ഓൺലൈൻ ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും അല്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ എത്രയോ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഡ്രസ്സ് മേടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവർ ഈ കസ്റ്റമറോട് കാണിക്കുന്നത് ശരിയാണോ? അല്ല. അപ്പം ഇതിന്റെ തന്നെ വേറെ ഒരു വീഡിയോ, അതായത് ഇവരും ഈ പറഞ്ഞ ഈ വ്യക്തിയും അവരുടെ, അത് മൂൺ ഗോഡസ് ഓക്കെ, അവരുടെ കസ്റ്റമർ കെയറുകാർ സംസാരിക്കുന്ന ഒരു വീഡിയോയും കൂടെ ഉണ്ട്, ഒരു വോയിസും കൂടെ പുറത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. റിട്ടേൺ സെക്ഷനിൽ നിന്നായിരുന്നേ. ഓക്കെ മാം, ദൃശ്യ ഡി ആണോ? ദൃശ്യ, അതെ. ഒരു ഓഗസ്റ്റ് 16-ന് 627750 എന്ന് പറയുന്ന ഒരു ഓർഡർ നമ്പറിൽ നിന്ന് ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ റിട്ടേൺ സെക്ഷനിലേക്ക് അത് റിട്ടേൺ വന്നിട്ടുണ്ട്. ഇന്നാണ് റിട്ടേൺ വന്നേക്കുന്നത്. അപ്പൊ അത് എന്താണ് എൻക്വയറി ഈ സാധനം ഞാൻ എന്ന് ഓർഡർ ചെയ്തതാന്ന് പറഞ്ഞേ? ഓഗസ്റ്റ് 16, 2024. മാസം എത്രയായി? ഇതിപ്പോ ജൂൺ. എത്ര മാസമായി? മാമിന് അറിയാലോ, കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടൂലേ എത്ര നാളെ? നിങ്ങൾ പറ, നിങ്ങൾ എത്ര മാസമായി ഇപ്പൊ ഈ സാധനം? ഇതിപ്പോ നമ്മള് റിട്ടേൺ സെക്ഷനിൽ നിന്ന് വിളിക്കുന്നത് മാം. നിങ്ങൾ ഏതെന്ന് വിളിച്ചാലും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഏത് സെക്ഷനിൽ നിന്നായാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാന് നിങ്ങളെ പല പ്രാവശ്യം ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എന്ത് മറുപടിയാ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മെയ് ലാസ്റ്റിന് കൺസ്യൂമർ കോടതിയിൽ കംപ്ലൈന്റും പോയിട്ടുണ്ട്. ആ കംപ്ലൈന്റ് നിങ്ങൾക്ക് എത്തിയ ഉടനെ നിങ്ങൾക്ക് ആ സാധനം ഇവിടെ അയക്കണമെങ്കിൽ എനിക്കത് വാങ്ങിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് അയക്കാനല്ല ഞാൻ എന്റെ കാശ് അവിടെ തന്നിട്ടുള്ളത്. ഞാൻ ലീഗലി അതിന്റെ വഴിക്ക് ആ കാര്യങ്ങൾ പോയിക്കോളും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് വാങ്ങിക്കാൻ. ശരി. ഇവര് കംപ്ലൈന്റ് കൊടുത്തു എന്നറിഞ്ഞപ്പോ അവര് പ്രോഡക്റ്റ് അയച്ചു കൊടുത്തു. അപ്പൊ ഇതൊക്കെ അവരുടെ ഒരു ബിസിനസിന്റെ തന്ത്രമല്ലേ? കസ്റ്റമേഴ്സിന് ഡ്രസ്സ് അയച്ചു കൊടുക്കാതിരിക്കുക, അവരെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാമോ അത്രത്തോളം ബുദ്ധിമുട്ടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് കേസിന് വഴക്കിനൊന്നും പോവാത്ത മിക്കവാറും ഉള്ള ആൾക്കാരും കേസിന് വഴക്കിനൊന്നും പോകത്തില്ല. 100, 600, 700, 800 രൂപയല്ലേ അതിന്റെ പുറകിൽ ഇനി കേസിനും കൂട്ടത്തിനും ഒക്കെ പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകത്തില്ല. അപ്പോഴും ഈ അവർക്ക് നല്ലതല്ലേ, മുൻകോടസുകാർക്ക് നല്ലതല്ലേ, അയച്ചു കൊടുത്താൽ കൊടുത്തു, കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പഴയതോ എന്തെങ്കിലും ഉള്ള തുണിയോ എന്തെങ്കിലും അയച്ചു കൊടുത്താലും മതി. അപ്പൊ ഇവർ കേസ് കൊടുത്തു, കേസിന് പോയി എന്നറിഞ്ഞപ്പോ കേസിന് പോയി എന്നറിയുന്ന ആൾക്കാർക്ക് ഇവര് തുണി അയച്ചു കൊടുക്കും. അപ്പൊ അതാണ് ഇപ്പൊ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പം മുൻകോടസ് സ്റ്റാർട്ട് ചെയ്തതേ 2017 ലാസ്റ്റ് 2018 കാലഘട്ടങ്ങളിലാണ്. മുൻകോടസിനെ എല്ലാവരും അറിയുന്നത് 2020 കോവിഡിന്റെ സമയത്താണ്. അപ്പം അത് മുതൽ ഇന്നേ വരെ മുൻകോടസിനെ സ്നേഹിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ഒത്തിരി നന്ദി. മുൻകോടസ് ഒരിക്കലും ഏറ്റവും വലിയ ബ്രാൻഡ് ആകാനൊന്നും ശ്രമിച്ചിട്ടില്ല. ആ സമയത്ത് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഏറ്റവും റേറ്റ് കുറവിൽ ഏറ്റവും നല്ല ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത്. അതിന് തക്കതായ കാരണങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ തീരുമാനത്തിന് ഒത്തിരി പേര് നമ്മൾ സ്നേഹത്തോടെ കൂടെ കൂട്ടി ഒത്തിരി പേര് വിമർശിച്ചു. ആ വിമർശിച്ചതിൽ
കുറേയൊക്കെ യാഥാർത്ഥ്യങ്ങളുണ്ടായിരുന്നു, കുറേയൊക്കെ വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്തതുണ്ടായിരുന്നു. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടില്ല എന്ന വിട, അത് മൈൻഡാക്കാൻ പോകാറില്ല. പക്ഷേ അതൊക്കെ മൈൻഡ് ആക്കണമായിരുന്നെന്നും എല്ലാത്തിൻ്റെയും പിന്നാലെ പോയി അതിന് മറുപടി കൊടുക്കണമെന്നുള്ളതും ഞാൻ അത്രയ്ക്ക് അതിനന്ന് എടുത്തില്ല. പിന്നെ ഒരു കുറച്ച് ദിവസം മുന്നേ ഞാനൊരു സംസാരത്തിൻ്റെ ഇടയിൽ കേട്ട കാര്യമാണ്. അതായത് ഒരു ഇൻഫ്ലുവൻസറായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വീഡിയോ വൈറലാവാനായിട്ട് മൂൺ ഗോഡസ് എന്നൊരു ഡ്രസ്സ് വാങ്ങി അതിൻ്റെ വീഡിയോ ചെയ്താൽ മതി, വെറുതെ ഒരു വീഡിയോ ചെയ്താൽ മതി. അത് ശരിയാണോ തെറ്റാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, മൂൺ ഗോഡസിൻ്റെ പേര് എന്ന് പറയുന്നത് ആളുകൾ ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത്. പിന്നെ ഇപ്പോഴും എന്താ പറയുക, ഇപ്പോൾ ഒരു സമയത്ത്, ഇപ്പോൾ 2024 സമയത്ത് എൻ്റെ മകന് വന്ന ഒരു പ്രശ്നം, അതായത് ഹെഡ് ഇഞ്ചുറി, അതുപോലെ 2024 ലാസ്റ്റിൽ എൻ്റെ അമ്മയ്ക്ക് വൈകായിക വന്നതും 2025 കൂടി അവരുടെ മരണവും, ഈ 2 കാലം എൻ്റെ ശ്രദ്ധ ഒന്ന് മാറ്റിയപ്പോൾ എന്താ പറയുക, നമ്മുടെ സിസ്റ്റത്തിൽ, മാനേജ്മെൻറ്റിൽ ഒത്തിരി വീഴ്ചകൾ സംഭവിച്ചു. നമ്മുടെ ഫാക്ടറിയിലൊരു പ്രോബ്ലം സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടത് കസ്റ്റമേഴ്സാണ്. അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു. അതായത് അതിൽ മൂൺ ഗോഡസ് തുടങ്ങുമ്പോൾ എൻ്റെ വിഷൻ എന്തായിരുന്നോ, അതായത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും ബെസ്റ്റ് ഡ്രസ്സ് കസ്റ്റമറിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു. വില കൂട്ടി വെച്ചിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നതും, അതുപോലെ തന്നെ വില കൂട്ടി ഒരു 600-700% ഒക്കെ ലാഭം ഇട്ട് വെക്കുന്നതും സത്യം പറഞ്ഞാൽ ഈസിയാണ്. ഒരു ദിവസം ഒരു പ്രൊഡക്റ്റ് പോയാൽ മതി. പക്ഷേ എന്താ പറയുക, അത്രയും റേറ്റ് കുറവില്ല, അത്രയും റിസ്ക് എടുത്ത് അത് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കേട്ടിട്ടും, ഇത്രയും വിലക്കുറവിന് കൊടുക്കുന്നതുകൊണ്ട് ഇത്രയും ശത്രുക്കൾ ഉണ്ടാക്കി വെച്ചേക്കണം, ഇത്രയും കേട്ടിട്ട് നിനക്കൊന്ന് നന്നായിക്കൂടെ, വിലയിട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തോ ഞാൻ എന്ത് വിഷൻ്റെ പേരിലാണോ അത് തുടങ്ങിയത്, അത് മാറ്റാനായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഞങ്ങളുടെ സിസ്റ്റം, മാനേജ്മെൻറ്റ് എല്ലാം ഇങ്ങനെ റെഡിയാക്കി വരികയാണ്. തെറ്റ് എവിടെയാണോ സംഭവിച്ചത് അവിടെ നിന്ന് അത് തിരുത്തിക്കൊണ്ട് വരികയാണ്, ഓരോ ദിവസം കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വരാനായിട്ട്. ഇപ്പം നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഇപ്പോൾ മൂൺ ഗോഡസിൽ ഭയങ്കര സംഭവമായിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാത്തതിന്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ്സ് ആണ് സൈഡിലൂടെ മുഴുവൻ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഇത്രയും വേഗം തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ച ഓരോ കസ്റ്റമറിനും നന്ദി, വിമർശിച്ചവർക്കും നന്ദി. കാരണം വിമർശനങ്ങളില്ലെങ്കിൽ ഒരിക്കലും എന്താ പറയുക, നമുക്ക് ഒന്നും മെച്ചപ്പെടുത്താനായിട്ട് പറ്റില്ല. പക്ഷേ വൈറലാവാൻ വേണ്ടി ചെയ്ത വിമർശനങ്ങൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ മൂൺ ഗോഡസിൻ്റെ യാത്ര എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേറ്റ് കുറവിന് ഒരു സാധനം കൊടുക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ ഡെയിലി നമ്മുടെ അവിടുത്തെ ഒരു 1000-2000 പ്രൊഡക്ട്സ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും, ഇവർക്ക് എന്താ പ്രൊഡക്ട്സ് കിട്ടിയതെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാത്തതെന്നൊക്കെ. ഇത് മൂൺ ഗോഡസിൻ്റെ എല്ലാ തെറ്റുകളും തിരുത്തി ഏറ്റവും സൂപ്പറായിട്ട് തന്നെ വിലയൊന്നും കൂട്ടാണ്ട്. ഇപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും, അയ്യോ മൂൺ ഗോഡസ് എന്താ ഇപ്പോൾ വേറെ പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ ഇടാത്തത് എന്ന്. ഇടാത്ത പറഞ്ഞുകൊണ്ടല്ല, പെയിൻറ്റിങ്സ് അങ്ങനെ വേഗം ഒന്ന് തീർന്നു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ആക്കുന്നത്. കാരണം മൂൺ ഗോഡസ് ഗുജറാത്തിൽ വേറെ ഓഫീസും ഫാക്ടറിയും തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് ഇതിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വില കുറച്ച് തരാൻ പറ്റിയ അത്രയും നല്ലതെന്ന് ഞാൻ വിചാരിക്കണേ. അതും എല്ലാവരുടെ കയ്യിലെത്തുന്നതിനേക്കാളും മുന്നേ ഏറ്റവും ഫാസ്റ്റായിട്ട് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക. അതായത് നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ കംപ്ലയിൻസ് വരുന്നത് 2024-2025 സമയമാണ്. അപ്പം എൻ്റെ മോൻ്റെ ഹെഡ് ഇഞ്ചുറി വന്ന സമയത്തും എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായ 2 സമയത്തും എനിക്ക് കുറച്ചൊന്ന് മാറി നിൽക്കേണ്ടി വന്നു. ആ മാറി നിൽക്കേണ്ടി വന്ന സമയങ്ങളിൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുറേ മിസ്റ്റേക്കുകൾ. അപ്പം അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിനെ വേഗം ശരിയാക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ ഉത്തരവാദിത്തം പൂർണ്ണമായി ഞാൻ ഏറ്റെടുക്കുന്നു. ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നിങ്ങളുടെ കൂടെ മൂൺ ഗോഡസ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ അവര് പറയുന്നത് അവർക്ക് കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്ക് തെറ്റുപറ്റി, അതുകൊണ്ടാണ് അവർക്ക് അവരുടെ ഡീലിംഗ് ഒന്നും നേരെ ചുവയപ്പം ചെയ്യാൻ പറ്റിയില്ല. അവരുടെ മകന്റെ ഹെഡ് ഇഞ്ചുറി, അവരുടെ അമ്മയ്ക്ക് സുഖമില്ലാതായി, പിന്നെ അമ്മ മരണപ്പെട്ടു. അതേ കണക്ക് അവരുടെ ഫാക്ടറിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് കുറേ ഡിലേ ആയി. പിന്നെ അവരുടെ സ്റ്റാഫുകളൊന്നും നേരെ ചുവ എല്ലാ കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്തില്ല, ഇവരുടെ കണ്ണെത്തിപ്പെടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇവർക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല, അതുകൊണ്ട് കുറച്ചധികം പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ തുടങ്ങിയ പ്രശ്നങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് ഇവര് ഒരു തുടങ്ങി ഒന്ന് വളർച്ചയിൽ എത്തുന്നത് വരെ, ഇവരൊന്ന് വളരുന്നത് വരെ ഇവർ നല്ലതുപോലെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തിരുന്നത്. ഇവർ പറഞ്ഞല്ലോ പൈസ കുറച്ചാണ് ഡ്രസ്സുകൾക്ക് കൊടുക്കുന്നത്. ശരിയാണ്, അവരുടെ ഡ്രസ്സുകൾക്ക് എല്ലാത്തിനും നല്ല പൈസ കുറവുണ്ട്, അഫോർഡബിൾ റേറ്റിലാണ് ഇവരുടെ എല്ലാം കൊടുക്കുന്നത്. അത് നല്ല ഡിസൈനിലുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ വീഡിയോയിലൊക്കെ ഇവർ ഇട്ടിട്ട് കാണിക്കുന്ന ഡ്രസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും, അതായത് ഡ്രസ്സിനോട് കുറച്ചൊരു ഇഷ്ടമുള്ള ഏതൊരു സ്ത്രീക്കായാലും ആർക്കായാലും അത് മേടിക്കണമെന്നൊക്കെ തോന്നും. പിന്നെ അവർ റേറ്റിന്റെ കാര്യങ്ങളും പറയുന്നു, 399, 499, 699, ഇങ്ങനെയൊക്കെ അവർ റേറ്റും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഇത്രയും നല്ല ഭംഗിയുള്ള ഈ ഡ്രസ്സിന് ഇത്രയും പൈസയേ ഉള്ളൂ, അപ്പോൾ നമുക്കത് മേടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് നല്ലതുപോലെ
നല്ലതുപോലെ ഒരു ഉയർച്ചയും ഉണ്ടായി. അതായത് ഇവരുടെ ബൊട്ടിക്ക് നന്നായിട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരുടെ തരികിട പരിപാടി തുടങ്ങി. അതായത് ഇവർ സെലിബ്രിറ്റീസിന് അല്ലാതുള്ളവർക്ക് ഇവരുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അതായത് സീരിയലിലും ഒക്കെ വർക്ക് ചെയ്യുന്നതും പിന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഒക്കെ ഇവരുടെ കസ്റ്റമേഴ്സ് ആയിട്ടൊക്കെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും നല്ല പ്രോഡക്റ്റുകൾ കൊടുക്കും. അപ്പോൾ അവർ വന്നിട്ട് നല്ല റിവ്യൂ പറയും. പിന്നെ അങ്ങനെ പറഞ്ഞ് ഇവരങ്ങ് നല്ലതുപോലെ വളർന്നു കഴിഞ്ഞപ്പോൾ സാധാരണക്കാരായ ആൾക്കാർ, അതായത് ഇങ്ങനെ ഫീൽഡിലൊന്നും ഇല്ലാത്ത സെലിബ്രിറ്റീസ് ഒന്നും അല്ലാത്ത ആൾക്കാരൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കളർ മങ്ങിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയ്ഡ് ആയതോ അല്ലെങ്കിൽ ഇതേ കണക്ക് ഒരു വർഷം 2 വർഷമൊക്കെ ലേറ്റ് ആയിട്ട് അയച്ചു കൊടുക്കുവോ അല്ലെങ്കിൽ അയച്ചു കൊടുക്കാതിരിക്കുവോ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ തുടങ്ങി ഒരുപാട് പേരാണ് ഇവരുടെ പേരിൽ കംപ്ലൈന്റ് ആയിട്ട് വന്നത്. കുറെ നാളുകൾ കൊണ്ട് ഇപ്പൊ വീണ്ടും ഇവരുടെ ഇങ്ങനെ ഒരു ചർച്ച വീണ്ടും വരുവാണ്. കാരണം ഇപ്പോൾ വീണ്ടും ഇവർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട്, അതായത് ഒരുപാട് പേരെ പറ്റിച്ചുകൊണ്ടും കളിപ്പിച്ചുകൊണ്ടും ആണ് ഇവർ മുന്നോട്ട് പോകുന്നത്. കാരണം ഞാനതല്ല ചോദിക്കുന്നത്, ഇവർക്ക് ഇത്രയും പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഒരു അനൗൺസ്മെന്റ് കൊടുക്കുക. ഇവരുടെ ഇൻസ്റ്റാ പേജിലൂടെയോ അല്ലെങ്കിൽ ഇവരുടെ ചാനലിലൂടെയോ ഇവരുടെ വെബ്സൈറ്റിലൂടെ എവിടെ ആയാലും ഇവർ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് കൊടുക്കുക. കുറച്ച് നാളത്തേന് എനിക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് നാളത്തേന് ആരും ഓർഡർ ചെയ്യേണ്ട, ഞാനൊന്നും ഡെലിവറി ചെയ്യില്ല, ഞാൻ കുറച്ച് നാളത്തേന് ഒരു ഗ്യാപ്പ് എടുക്കുവാണ്, എന്തെങ്കിലും ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് അറിയിക്കുകയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് നാളെ അവരൊന്ന് നിർത്തി വെക്കണമായിരുന്നു. അല്ലെ, നിർത്തി വെച്ചിട്ട് ഇവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് തീർന്നതിന് ശേഷം വീണ്ടും അവരുടെ ബിസിനസ്സിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഇവരുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ അതിനെ നന്നായിട്ട് നോക്കുകയും ചെയ്തില്ല. കസ്റ്റമേഴ്സിനെ സംതൃപ്തിപ്പെടുത്താനോ അവരെ സാറ്റിസ്ഫൈഡ് ചെയ്യിക്കാനോ പറ്റിയിട്ടുമില്ല. അപ്പോൾ ഇവരെന്താ വിചാരിച്ചു, 2 വള്ളത്തിൽ ചവിട്ടി ഇവർ പോയി. ഇവർ വിചാരിച്ചു ഇവരുടെ ബിസിനസ് ഇവരുടെ സ്റ്റാഫുകളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, അതും പോട്ടെ, പിന്നെ എന്റെ പ്രശ്നങ്ങളും അതും കൂടെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ കൊണ്ടുപോയതിൽ നിന്നാണ് ഈ ബിസിനസ്സിന്, അതായത് ഇവരുടെ കസ്റ്റമേഴ്സ് ഇവരോട് ഇങ്ങനെ ദേഷ്യം കാണിക്കാനും, കസ്റ്റമേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കസ്റ്റമേഴ്സിനോട് ഇവരുടെ ഇടപെടലും, അതായത് ഇപ്പൊ ഇവരെ ഒരു ജോലിക്കാരെ ഇവരുടെ ബൊട്ടിക്കിലോ അല്ലെങ്കിൽ ഇവരുടെ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് ജോലിക്കാരെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ, ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ജോലിക്കാരെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരുടെ കണ്ണെത്തുകയോ ഇവർ അതിനകത്ത് ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ജോലിക്കാരെന്താ വിചാരിക്കുന്നത്, അവർക്ക് എന്താ വേണം, അവരിപ്പോ എങ്ങനെയെങ്കിലും ഒക്കെ ഇതിപ്പം പൊട്ടിക്ക് നിന്ന് പോയാലും കസ്റ്റമേഴ്സ് ചീത്ത പറഞ്ഞാലും എന്ത് ചെയ്താലും ഈ ജോലിക്കാരെ ബാധിക്കുന്നില്ല, ബാധിക്കുന്നത് ഓണറെയാണ്. അപ്പൊ ഈ ജോലിക്ക് നിൽക്കുന്നവർ വിചാരിക്കോ അവരെന്താന്ന് വെച്ചാൽ പറയട്ടെ, അത് നമ്മളെ അല്ല ബാധിക്കുന്നത്, നമ്മുടെ ബോസിനെയല്ലേ ബാധിക്കത്തുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോയാൽ മതി എന്ന് വിചാരിച്ചിട്ട് അവരുടെ വളരെ നിസ്സാരമായിട്ട് അവർ അതിനെ നോക്കിക്കാണും ജോലിക്കാരെ. പക്ഷെ ബാധിച്ചിരിക്കുന്ന ഇപ്പൊ ജോലിക്കാരെ അല്ല, ബാധിച്ചിരിക്കുന്നത് ഇപ്പൊ ഓണറല്ലേ. പക്ഷെ അവരുടെയും ഇന്റർവ്യൂവിലും അവരുടെ ഒരു സംസാര രീതിയിലും ഒക്കെ അവരെന്തോ വലിയ സംഭവമായി, അവരങ്ങ് ഭയങ്കരമായിട്ട് ഓണിൽ ബിസിനസ് ചെയ്ത് അവർ കഷ്ടപ്പെട്ട് അങ്ങ് ഏതുകൊണ്ട് അങ്ങ് വലിയ നിലയിലെത്തി, ഇനിയിപ്പോൾ അവരെ ഒന്നും ബാധിക്കത്തില്ല, ഇനിയിപ്പോൾ ഒരു 5 10 അല്ലെങ്കിൽ കുറച്ച് യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ഡ്രസ്സ് മേടിച്ച കസ്റ്റമേഴ്സോ ഒക്കെ ഇവരെ നെഗറ്റീവ് കമന്റ് പറയുകയോ നെഗറ്റീവ് വീഡിയോ ഇടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒന്നും ബാധിക്കത്തില്ല, അവർക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊരു ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരാൾ നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ അത് നമ്മളെ നല്ലതുപോലെ ബാധിക്കും. അതായത് ബിസിനസ് ചെയ്യുന്നവരെ അത് പറയാതെ നമ്മുടെ കസ്റ്റമേഴ്സ് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വേണം നമ്മുടെ ബിസിനസ് കൊണ്ടുപോകാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേൾക്കേണ്ടി വരും. ഒരു 500 600 700 മിനിമം പോയി കഴിഞ്ഞാൽ ഒരു 2000 രൂപ ഇത്രയും പൈസ കൊടുത്ത് ഒരു ഡ്രസ്സ് മേടിച്ചിട്ട് ആ ഡ്രസ്സ് കിട്ടാനായിട്ട് 2 വർഷം 1 വർഷം 6 മാസം ഒക്കെ കാത്തിരിക്കേണ്ടത് നല്ലതാണോ? ഇന്നത്തെ കാലത്ത് നമ്മൾ ഏതൊരു ഡ്രസ്സിന്റെ ഡിസൈൻ കാണിച്ചു കൊടുത്താലും അതേ കണക്ക് തയ്ച്ചു തരുന്ന ടൈലറിംഗ് ഷോപ്പുകളുണ്ട്. അതേ കണക്ക് ഏതൊരു ഡ്രസ്സ് ആയാലും ആ ഡ്രസ്സിന്റെ മെറ്റീരിയൽ നമുക്ക് എവിടെ പോയാലും കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ കിട്ടും. അതെടുത്തിട്ട് അതേ രീതിയിൽ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ച് കിട്ടത്തില്ലേ? നമ്മൾ വിചാരിക്കുന്ന ഫംഗ്ഷന് നമുക്ക് ഇട്ടൂടെ? നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷ ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ടായിരിക്കത്തില്ലേ നമ്മൾ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത്. ആ ഒരു അവസരത്തിൽ ആ ഒരു വിശേഷത്തിന് നമുക്ക് ഇടാനായിട്ട് ആ ഡ്രസ്സ് നമ്മുടെ കൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ആ ഡ്രസ്സ് മേടിക്കുന്നത്? ഇങ്ങനെയുള്ളവരുടെയൊക്കെ കയ്യിൽ നിന്ന് തുണി മേടിക്കാതെ ഇതേ കണക്ക് ഞാൻ പറഞ്ഞത് കണക്ക് ആ ഡിസൈൻ കണ്ടിട്ട് തന്നെ അത് ഓൺലൈനിൽ നിന്നായാലും ഓഫ്ലൈനിൽ നിന്നായാലും സെയിം മെറ്റീരിയൽ കിട്ടും. അതെടുത്തിട്ട് ഏതെങ്കിലും നല്ലൊരു ടൈലറെ കൊടുത്ത് തയ്പ്പിച്ചെടുത്താൽ പോരെ. എൻ്റെ അഭിപ്രായം ഇതാണ്.